വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ, ഇനി അതും അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിന്, ഇതിനൊക്കെ എന്താണ് എളുപ്പ വഴി എന്നുള്ളത് പലരും എന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഉത്തരം ഇതിനൊന്നും എളുപ്പവഴികളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ എളുപ്പവഴിയായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് ആരാന്ന് മനസ്സിലായോ? ആ ചോദിക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ല, സൈഡിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഞാനും പാപ്പു ആവും. ഇത് 2012 എൻ്റെ ഫോട്ടോ ആണ്. ഇത് കാണുമ്പോൾ അറിയാം പാപ്പു ഉണ്ടായിട്ട്, പാപ്പുവിന് അന്ന് 5 മാസമാണ് പ്രായം. അപ്പോൾ ആ ഒരു സമയത്തെ എൻ്റെ ഒരു അവസ്ഥയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അന്ന് എനിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും 80+ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ 2012 ഞാനും ഈ 2026 ഇപ്പം ഇരിക്കുന്ന ഞാനും ആ ഒരു യാത്രയുണ്ടല്ലോ, അത് വളരെ ഒരു ഈസി യാത്രയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെപ്പോലെ ഇപ്പോൾ ഈ പ്രത്യേകിച്ചിട്ട് പ്രസവം കഴിഞ്ഞിട്ട് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കോമൺ സ്റ്റോറിയാണിത്. നമുക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പറ്റാതെ, നമ്മുടെ ബോഡിയെ പറ്റി തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, കാണുന്ന ആൾക്കാരിൽ പലരുടെയും ബോഡി ഷേമിങ് കമൻറ്റുകളൊക്കെ കേട്ട് നമ്മൾ എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും നമ്മളിതൊന്നും എത്ര ബാധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പുറമേക്ക് പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മിററിൽ കാണുമ്പോൾ ഇതൊക്കെ പല രീതിയിൽ നമ്മുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെ പലരും പറയുന്ന കമൻറ്റുകളിൽ മാനസികമായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി. എനിക്കറിയാം എന്നെ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും, അതിൽ ആണുങ്ങളുണ്ടായിരിക്കും പെണ്ണുങ്ങളുണ്ടായിരിക്കും, പലരും അങ്ങനെയുള്ളൊരു ടേണിംഗ് പോയിൻറ്റിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ടേണിംഗ് പോയിൻ്റ് ഇപ്പം തന്നെ ആക്കിക്കൂടാ? നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ സൂര്യ ജ്യോതിക ജോഡീനെ ഭയങ്കര ഇഷ്ടമാണ്? എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ റീസെൻറ്റ് ഫോട്ടോഷൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും സൂര്യയും ജ്യോതികയും അവരുടെ 20s അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര ഗ്ലോയിങ് ആയി, യൂത്ത്ഫുള്ളായി, എന്ത് അടിപൊളിയായിട്ടാണ് അവർ രണ്ടാളും ഇരിക്കുന്നത്. അവർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മഞ്ജു വാര്യർ, ഇപ്പോൾ ഹിന്ദി സിനിമയിൽ മലൈക്ക അറോറ, അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ സിനിമാ താരങ്ങളാണ് അല്ലേ, അപ്പോൾ ഫിറ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർക്ക് അതിന് സ്വന്തമായിട്ട് ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും, സ്വന്തമായിട്ട് ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും, അത് സത്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലി, പിന്നെ അത് കൂടാതെ 100,000 പ്രാരാബ്ധങ്ങൾ, കാറിൻ്റെ EMI അല്ലെങ്കിൽ വീടിൻ്റെ ലോണ്, ഇങ്ങനെ 100 കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ഓടുന്ന നമുക്ക് സൂര്യനെയും ജ്യോതികനെയും പോലെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സാധിക്കുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം, സംശയം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതൊരു പരിധി വരെ സത്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിൽ അധിക ശതമാനം, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമുക്കൊരു സ്വന്തമായിട്ടൊരു ട്രെയിനറെ തന്നാൽ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ സ്വന്തമായിട്ട് നമുക്ക് പ്രൈവറ്റായിട്ട് തരാമെന്ന് വെക്കുക, എന്നാലും 90% കേസുകളിലും നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ ഒരു ചിട്ട അല്ലെങ്കിൽ ഒരു ഡയറ്റും ട്രെയിനിങ്ങും മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റാറില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, മടി, അതായത് കൺസിസ്റ്റൻസി ഇല്ലായ്മ. ഞാൻ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് അത് 2018 ഉണ്ടാവുന്നത്. അപ്പോൾ പാപ്പു ജനിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 10-ലധികം തവണ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ആരംഭശൂരത്വം ഭയങ്കരമായിരിക്കും, അത് നമുക്കൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഒരു 1-2 മാസമൊക്കെ കൊണ്ടുപോകും, അത് കഴിയുമ്പോൾ നിർത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെയിറ്റ് നോക്കും. അപ്പോൾ ഓരോ മാസം കഴിയും തോറും നമ്മൾ വിചാരിച്ച രീതിയിൽ വെയിറ്റ് കുറയുന്നില്ല എന്ന് തോന്നും. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും, നിർത്തും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മ എല്ലാവർക്കും. എൻ്റെ ഒരു കാര്യം പറയാം, എനിക്കൊരു പുഷ് അല്ലെങ്കിൽ പുറകൊരുത്ത ഒരു ഉന്ത് എനിക്ക് ആവശ്യമാണ്. സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ അതുള്ളവരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജനറലി നോക്കുമ്പോൾ അതാണ് നമുക്ക് ലാക്ക് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ നമുക്ക് സ്വന്തമായ ഡയറ്റീഷ്യനും ട്രെയിനറും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കതിനുള്ളൊരു പുഷ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അങ്ങനെ എന്തായാലും 2018 ഞാൻ രണ്ടും കൽപ്പിച്ച ഒരു ഡയറ്റും അതുപോലെ തന്നെ ഒരു ജിം ട്രെയിനറൊക്കെ വെച്ച് ജിം ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അത് ഞാനൊന്ന് കൺസിസ്റ്റൻ്റായി കൊണ്ടുപോയി. അത്യാവശ്യം ഒരു 1-2 വർഷം കൊണ്ട് എനിക്ക് നന്നായിട്ട് ഒരു 10 കിലോയിലധികം എനിക്ക് കുറയ്ക്കാൻ പറ്റി. അങ്ങനെ ഒരു വഴിക്ക് ഞാൻ ഒക്കെ ഒന്ന് ശരിയായി വന്നു. അത് ഞാൻ അതുപോലെ തന്നെ കുറേയൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് 2023 ഞാൻ ഇങ്ങോട്ട്, അതായത് UAE ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ എഗെയിൻ നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് തെറ്റി, ഹോസ്പിറ്റൽ, അങ്ങനെ പല പല കാര്യങ്ങളായി. ഞാൻ വീണ്ടും വർക്കൗട്ട് നിർത്തി. ഡയറ്റ് ഒരു പരിധി വരെയൊക്കെ ഞാൻ കൊണ്ടുപോയി, പക്ഷേ വർക്കൗട്ട് കംപ്ലീറ്റ്ലി നിർത്തി. അപ്പോഴാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സനിയാസിൻ്റെ ഒരു സൈഗോഫിറ്റ് എന്ന് പറയുന്ന അവൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു കൺസെപ്റ്റായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നിങ്ങളപ്പോൾ അങ്ങനെ ധാരാളം വർക്കൗട്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വർക്കൗട്ട് ഹെൽപ്പ് തരുന്ന ധാരാളം ആപ്പുകൾ, ധാരാളം സംരംഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ
നിങ്ങൾക്ക് ഞാനൊരു സാധനം സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൺവിൻസ്ഡ് ആവാതെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ആ കാര്യം സജസ്റ്റ് ചെയ്യാറില്ല. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. കാരണം അത് എൻ്റെ ക്രെഡിബിലിറ്റിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ഒരു ജിമ്മിൽ പോയിട്ടില്ല. അപ്പോൾ പോകാനൊന്നും ആഗ്രഹമുണ്ട്, പലതവണ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിന് സാധിച്ചില്ല. പക്ഷേ എന്നെ വീണ്ടും ആ ഒരു റുട്ടീനിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തത് സനിയാണ്. സനിയുടെ സൈഗോഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭമാണ്. അപ്പോൾ അതിൽ ഞാൻ ഓൺലൈനായിട്ട് വീട്ടിൽ ചെയ്ത് തുടങ്ങി. പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഇൻഹറൻ്റായി കിടക്കുന്ന ആ ഒരു ലേസിനെസ്, മടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കും. അവിടെയാണ് സൈഗോഫിറ്റ് ഡിഫറെൻ്റ് ആവുന്നത്. നമ്മുടെ മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, മടി നമുക്ക് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ദുശ്ശീലമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, മത്സരബുദ്ധി. അതായത് എവിടെയെങ്കിലും ഒരു ഗിഫ്റ്റ്, അത് ഞാൻ മോശമായി പറയുന്നതല്ല കേട്ടോ, നമുക്കിപ്പോൾ ഒരു ഫ്രീ ഗിഫ്റ്റ് എവിടെയെങ്കിലും ഉണ്ട്, അതിനൊരു കുഞ്ഞു മത്സരം, ഞാനും നിങ്ങളും ഒക്കെ അതിന് മത്സരിക്കും അല്ലേ. ഇവിടെ കുഞ്ഞു ഗിഫ്റ്റ് അല്ല ഇവർ പറയുന്നത്. ഇപ്പോൾ ഒരു 45 ഡേയ്സിൻ്റെയൊക്കെ ചലഞ്ചിൽ ഇവർ കൊടുക്കുന്നത് iPhone 17 Pro ഒക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടാത്ത ഒരു ഗിഫ്റ്റ്, അതായത് അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്യേണ്ടത് എന്താ, നമ്മൾ അവരുടെ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുന്നത് തന്നെ നമ്മുടെ തടി കുറയാനും നമ്മളൊന്ന് ഫിറ്റ് ആവാനുമാണ്. ആവശ്യം നമ്മളാണ് അവരെ പോയിട്ട്, പക്ഷേ നമ്മുടെ ആവശ്യത്തിലേക്ക് എത്തിയാൽ, അതായത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുത്താൽ നമുക്ക് ഇങ്ങോട്ടാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ മത്സരബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെയാണ് സൈഗോഫിറ്റ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് ആരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല, ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ജയിക്കാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടാസ്കുകളാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ മീൽ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഡയറ്റിൽ നമ്മൾ മീൽ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രൂപ്പായിട്ട്, ഒരു കുടുംബമായിട്ട്, ഇപ്പോൾ കുടുംബത്തിലെ ഹസ്ബൻഡും വൈഫും കുട്ടികളും ചേർന്നിട്ട് മീൽ പ്രിപ്പയർ ചെയ്യുക, അതായത് ഡയറ്റ് മീൽ പ്രിപ്പയർ ചെയ്യുക. അതിനൊരു പോയിൻറ്റ്സ്. വേറെ എനിക്ക് വളരെ ഡിഫറെൻ്റായി തോന്നിയത്, നിങ്ങൾ കുറച്ച് നേരം, അതെങ്കിലും ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് കുറച്ച് നേരം നടക്കുക, പുറത്തിറങ്ങി നടക്കുക. ആ നടക്കുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മളിപ്പോൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ പോലും നമ്മളിങ്ങനെയാണ് നടക്കുക അല്ലേ. മൊബൈലിൽ എന്തെങ്കിലും നോക്കിയിട്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോഴേക്കും ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഇടും, ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ നോക്കും. നമ്മൾ അധിക പേരും അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരം മൊബൈൽ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്നും നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഒരു പുതിയ കാഴ്ച ചിലപ്പോൾ നമ്മൾ കണ്ടുവന്ന് വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത്ര കാലം. അപ്പോൾ അങ്ങനെ കാണുന്ന ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാഴ്ചയുടെ പിക്ചർ എടുത്തിട്ട് അഡ്മിൻ അയച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊരു പോയിന്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വെറും ടാസ്കുകളല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ വരുത്തേണ്ട കുറച്ച് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങളിത് ജയിച്ചില്ലേ, നിങ്ങൾ ചലഞ്ചിൽ വിന്നറായോ, ഇതൊന്നുമല്ല. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ നന്നായിട്ട് ഈ പറയുന്ന പോലെ ഓരോ ദിവസവും നിങ്ങൾക്കൊരു ടാസ്ക്, ഒരു എയിമുണ്ട്, ഒരു അന്ന് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ, ഇപ്പോൾ കുടുംബമായിട്ടൊരു മീൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ആക്ച്വലി നമ്മൾ ഇന്ന് ഓരോ ആളുകളും ഓരോ മുക്കിലും മൂലയിലും ഒരു മൊബൈലുമായിട്ട് ഒതുങ്ങിക്കൂടുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടൊരു മീൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ആ ഒരു ഫാമിലിയിലെ യൂണിറ്റിനെ ഊട്ടി ഉറപ്പിക്കുന്നു. അങ്ങനെ വേറെ പല എക്സ്ട്രാ അഡ്വാൻറ്റേജുകളും ഈ പറയുന്ന ചലഞ്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ചലഞ്ചസ് നിങ്ങൾ സാധാരണ കാണുന്ന ചലഞ്ച് പോലെയല്ല, ശരിക്കും ഡിഫറെൻ്റ് ആണ്. വെയിറ്റ് ലോസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ വിലപ്പെട്ട പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിട്ട് ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന എൻ്റെ ഒരു റുട്ടീന് ഞാൻ കുറേ കാലമായിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എനിക്ക് അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു സൈഗോഫിറ്റ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട പലരും കുറേ കാലമായിട്ട് അവർ ഇതുവരെ ഒരു വർക്കൗട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയറ്റോ ഇല്ലാതിരുന്ന പലരും ഇവിടെ വന്ന് അവരുടെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഞാൻ പറയില്ല, ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന 45 ഡേയ്സ് ചാലഞ്ചിൽ വളരെ അടിപൊളിയായി പങ്കെടുത്തിട്ട് അതിൽ 2 സീസൺ കഴിഞ്ഞു, 2 വിന്നേഴ്സിനെ നമുക്ക് കിട്ടി. ഈ 2 വിന്നേഴ്സും ലേഡീസാണ്. അപ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം അത് നിങ്ങൾ കണ്ട് തന്നെ കൺവിൻസ്ഡ് ആവേണ്ട ഒരു കാര്യമാണ്. അവരെത്രത്തോളം കൺസിസ്റ്റൻ്റായി, എത്രത്തോളം അടിപൊളിയായിട്ടാണ് ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുത്തത്. ആ ഓരോ ടാസ്കുകളും അവർ എത്ര വൃത്തിയായിട്ട്, അവർക്ക് ഈ ഐഫോൺ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല അവിടുത്തെ പോയിന്റ്. നിങ്ങൾ അവരുടെ കാണേണ്ട മാറ്റമാണ്. എവിടെ നിന്നിരുന്ന ആൾക്കാർ എവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇത് വെറും 45 ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റമാണ്. ഇവിടെ ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ 2 45 ഡേയ്സ് ചാലഞ്ച് വിന്നേഴ്സ് മാത്രമല്ല, നിങ്ങൾ കണ്ടാൽ ഞെട്ടുന്ന പല സെലിബ്രിറ്റികളും ഉണ്ട് ഇവർക്ക് കസ്റ്റമേഴ്സായിട്ട്. ഒന്ന് നോക്കി നോക്കൂ ഏതൊക്കെ സെലിബ്രിറ്റീസാണ്. നമ്മുടെ ഈ സെലിബ്രിറ്റീസൊക്കെ ആക്ച്വലി അത്യാവശ്യം തടിച്ചിരുന്നിരുന്ന, ചബ്ബിയായിട്ടിരുന്നിരുന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന സൈഗോഫിറ്റിൻ്റെ കൂടെ അവരുടെ ജേർണി തുടങ്ങിയതിന് ശേഷം അവർക്കുണ്ടായ മാറ്റം നിങ്ങൾക്കറിയാലോ. ഇവരൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, എത്ര വലിയ മാറ്റമാണ് ഓരോരുത്തർക്കും വന്നിരിക്കണം എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേര്
പലതവണ ട്രൈ ചെയ്തു, പരാജയപ്പെട്ടു, പിന്നെയും ട്രൈ ചെയ്തു, പരാജയപ്പെട്ടു. ഞാൻ അങ്ങനെ കുറേ പരാജയങ്ങളിലൂടെ പോയ ഒരാളാണ്. പക്ഷേ സൈഗോഫിറ്റിൻ്റെ കൂടെ നിങ്ങൾ ഇനി നിങ്ങളുടെ ഈ ഒരു ജേർണി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അവർ നിങ്ങളെ പരാജയപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 101% ഉറപ്പുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ രീതികൾ അല്ലെങ്കിൽ അവർ നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി, ഫിറ്റ്നസ് ജേർണിയുടെ അവരുടെ അപ്രോച്ച് തന്നെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ലാസ്റ്റ് ടൈം, ഒരു ഫൈനൽ അറ്റംപ്റ്റ് കൂടി നിങ്ങളൊന്ന് നടത്തി നോക്കൂ. ഇത്തവണ നിങ്ങൾ പരാജയപ്പെടില്ല എന്നുള്ളത് നിങ്ങളെക്കാൾ ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ സൈഗോഫിറ്റിൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും എത്രയും വേഗം തന്നെ അവരെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അവർ ദൂരീകരിച്ച് തരും. അപ്പോൾ എത്രയും വേഗം നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് വരിക. എന്നോട് നന്ദിയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി.